എന്നോട് പൂർണ്ണമായി യോജിക്കുന്ന മാധ്യമങ്ങൾ പോലും ഹണി റോസിനെ അങ്ങനെ വിമർശിക്കുന്നതിൽ കേസ് എടുക്കണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ എല്ലാ കേസും സെറ്റിൽ ചെയ്ത് മറ്റേ ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വീണ്ടും കൊണ്ട് കേസ് കൊടുത്തിരിക്കുക. ഞങ്ങൾ എല്ലാ കേസിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു. ഞങ്ങൾ മെൻസ് കമ്മീഷന്റെ ക്യാമ്പയിനുമായി മുമ്പോട്ട് പോയി. ഞാനടക്കം 3-4 ദിവസം മുമ്പ് വീഡിയോ ഒക്കെ ചെയ്ത് ഹണി റോസിന് നല്ലത് വരട്ടെ, ബോബി ചെമ്മണ്ണൂരിന് നല്ലത് വരട്ടെ, രണ്ടുപേരുടെ ലൈഫിൽ പുതിയ ചാപ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞ് പോയി ആ എപ്പിസോഡേ തീർന്നു. ഇന്നലെ ആരെങ്കിലും പ്രകോപിപ്പിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം, ഇന്നലെ വൈകിട്ട് രാഹുൽ ഈശ്വർ പറഞ്ഞതല്ല, ഹണി റോസ് ഇങ്ങോട്ട് വന്ന് വീണ്ടും കേസ് കൊടുത്തിരിക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? പ്രതിയുടെ പക്ഷം ചേർന്ന് എന്നെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പ്രമുഖ മാധ്യമങ്ങളിൽ കണ്ടത്. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഞങ്ങൾ ആണുങ്ങളോടൊരു കരുണ വേണ്ടി. അങ്ങനെ ഈ വ്യാജ പരാതിയാണ് നിങ്ങൾക്ക് കേട്ടറിയില്ലേ? ഒരിക്കൽ പരാതി കൊടുത്തു പോലീസ് പറ്റില്ലെന്ന് പറഞ്ഞല്ലേ, പോലീസ് ഇന്നലെ വീണ്ടും കേസെടുത്തു. ഇനി എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കുന്നതെന്ന് അറിയാമോ? അവർക്ക് അതാണ് സേഫ്. അതായത് അവർക്ക് ഇനി പരാതി കൊടുത്തിട്ട് എടുക്കാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് അതാണ് സേഫ്. എനിക്കെതിരെ വനിതാ കമ്മീഷൻ കേസെടുക്കാൻ പറയുന്നു, യുവജന കമ്മീഷൻ കേസെടുക്കാൻ പറയുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, രാഹുൽ ഈശ്വർ അല്ല, ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒഫീസർ ഡിക്റ്റി ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞത് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ. പക്ഷെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ഹൈക്കോടതിയുടെ വാക്കുകളാണ്, എന്റെ അല്ല. നിങ്ങൾ ആണുങ്ങളുടെ കോസ് ചാമ്പ്യൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഹൈക്കോടതിയുടെ എക്സാക്ട് വാക്കുകളാണ്. പക്ഷെ അങ്ങനെ എല്ലാവരുടെയും നിങ്ങൾ അത് പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞു പൂർണ്ണമായിട്ടും അത് സ്വീകരിക്കുന്നു. ഹൈക്കോടതിയുടെ ഉപദേശവും നിർദ്ദേശവുമാണ്. പക്ഷേ ഇന്നലെ വീണ്ടും എനിക്കെതിരെ അങ്ങനെ വ്യാജ പരാതി വന്നതിൽ ഹണി റോസ് എന്താണ് ആ കേസ് എങ്ങനെ നടത്തണമെന്ന് ഹണി റോസും തീർച്ചയായും അറിയണം. വീട്ടിന്റെ സൗകര്യത്തിൽ അവരുടെ മൂഡിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വികാരം വരുന്നതിനനുസരിച്ച് അവരുടെ തോന്നലിനനുസരിച്ച് ആർക്കെങ്കിലും എതിരെ പരാതി കൊടുത്താൽ അതങ്ങ് ഈസിയായി പോകാം എന്ന കരുതൽ ഹണി റോസിന് വേണ്ട. അതുകൊണ്ട് ഈ കേസിന്റെ അറ്റം വരെ പോവുകയും ചെയ്യും. ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈന്റ് എനിക്കത് പറയാൻ റൈറ്റും ഉണ്ട്. കാര്യം ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിൽ രാഹുൽ ഈശ്വർ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതെന്റെ മാനനഷ്ടം, ഡിഫമേഷൻ ഉള്ള കാര്യമാണ്. ആ ക്രിമിനൽ ഡിഫമേഷന്റെ ഭാഗമായി ഹണി റോസിനെതിരെ കേസ് കൊടുക്കും. ഞാൻ തന്നെ അഡ്വക്കേറ്റ് ആണ്, ഞാൻ തന്നെ വാദിക്കും. ഹണി റോസിന് വേറെ ആരെങ്കിലും വെക്കേണ്ടി വരുമായിരിക്കും. ഞാൻ തന്നെ അഡ്വക്കേറ്റ് എക്സ് ജോൺ സാർ വഴിയാണ് കൊടുക്കുന്നത്. ഞാൻ തന്നെ ബാക്കിയുള്ള കേസിൽ പാർട്ടി ഇൻ പേഴ്സണായി അപ്പിയർ ചെയ്ത് വാദിക്കുകയും ചെയ്യും.